ബീച്ച് ടൂറിസത്തെ ചില ലോബികൾ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ബീച്ച് ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ സർക്കാർ ഏർപ്പെടുത്തിയതായും മന്ത്രി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കായി സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കുന്നംകുളത്ത് സപ്ലൈകോ ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലായി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്തിൽ നീലക്കോഴികളുടെ ശല്യം രൂക്ഷം. 100 കണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിലിറങ്ങി നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത്. പാലിയേക്കരയിൽ കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി ഡ്രൈവറെ MVD ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ ആനന്ദപുരം സ്വദേശി ഷിബിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണ്. ബീച്ചുകളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ സർക്കാർ ഏർപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു. ചാവക്കാട് ടൂറിസത്തിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകും. തീരദേശ മേഖലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പൊതുനയമെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ KV അബ്ദുൾ ഖാദർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, സാലിഹ ഷൌക്കത്ത്, വാർഡ് മെമ്പർ ശുഭ ജയൻ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം അഞ്ചങ്ങാടിയിൽ 3.63 കോടി രൂപ വിനിയോഗിച്ചാണ് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത്. പുനരധിവസിപ്പിക്കുന്നതിനായി പുനർഗേഹം പദ്ധതി സർക്കാർ ആരംഭിച്ചു. അത് ശക്തമായി തുടരുമെന്ന് ഈ ബഡ്ജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു. ഇവിടെ പൊതുവെ നമ്മൾ നോക്കിയാൽ ഈ തീരദേശ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സർക്കാർ പോകുന്നത്. ചാവക്കാട് ബീച്ചിൽ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ വന്ന ടൂറിസം മേഖലയിൽ ഗുണങ്ങൾ പൊതുവെ കാണാനുണ്ട്. ബീച്ചുകളിലൊക്കെ വലിയ മാറ്റം വരുന്നു. സംസ്ഥാന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ സമ്പൂർണ്ണ ശാക്തീകരണവും സാമൂഹിക പുനരധിവാസവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രമുഖ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദി ഒരുക്കുന്നതിലൂടെ ഇവർക്ക് വരുമാനം ലഭ്യമാക്കാനുള്ള പദ്ധതികളും ആലോചനയിലാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കായി സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടൌൺഹാളിൽ നടന്ന ഫെസ്റ്റിൽ P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ H ദിനേശൻ, സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ ശ്യാമ S പ്രഭ, അർജുൻ ഗീത, ജില്ലാ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം വിജയരാജ മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു. ടൌൺഹാൾ, എഴുത്തച്ഛൻ സമാജം ഹാൾ എന്നിവിടങ്ങളിലായാണ് വിവിധ കലാപരിപാടികൾ അരങ്ങേറുക. 19 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. അംഗീകാരത്തിലേക്ക് ശിരസുയർത്തിപ്പിടിച്ച് കടന്നുവരുന്നതിന് സാഹചര്യം ഒരുക്കുക എന്നുള്ളത് സാമൂഹ്യനീതി വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായാണ് ഞങ്ങൾ കാണുന്നത്. സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും രാജവീഥികളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് തിരസ്കാരിക സ്വത്വങ്ങളെ മാത്രം. കുന്നംകുളത്ത് സപ്ലൈകോ NFSന്റെ വെയർഹൌസ് ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലായി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കുന്നംകുളം അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്, അഡീഷണൽ അഗ്നിരക്ഷാ സേന ഓഫീസർ ബെന്നി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി തീയണച്ചു. 3 മുറിയിൽ പെട്രോൾ പമ്പും സിനിമാ തിയേറ്ററും സ്ഥിതി ചെയ്യുന്ന സമീപത്തെ പറമ്പിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കാതെ തീ അണയ്ക്കാനായി. പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന മുൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദേവസി തുണ്ടുങ്ങലാണ് പറമ്പിൽ തീ പടരുന്നത് കണ്ട് വെള്ളിക്കുളങ്ങര പോലീസിൽ അറിയിച്ചത്. ഉടൻ SI ഫൈസലിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി സമീപവാസികളുടെ സഹായത്തോടെ തീയണച്ചു. പമ്പിലേക്കും തിയേറ്ററിലേക്കും തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പൂങ്കുന്നം ശങ്കരം കുളങ്ങര ഉദയനഗർ പാടത്ത് വൻ തീപിടുത്തം.
കനത്ത പുക പരിസരവാസികളെ ദുരിതത്തിലാക്കി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നീലക്കോഴികളുടെ പിടിയിൽ പടിഞ്ഞാറേ ചാലക്കുടിയിലെ കോട്ടാറ്റ് പാടശേഖരം. ഇതുവരെയുള്ള അധ്വാനം വൃഥാവിലാകുമെന്ന ആശങ്കയിൽ കർഷകർ. നൂറുകണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിൽ ആക്രമണം നടത്തുന്നത്. പൊന്മണി ഞാറുനടിയിൽ തുടങ്ങിയ വേളയിൽ ആരംഭിച്ചതാണ് ഇവയുടെ ആക്രമണം. കൊയ്ത്തിന് 20 ദിവസങ്ങൾ അവശേഷിക്കെ ഇവയുടെ പട തന്നെ പാടശേഖരത്തിൽ വട്ടമിട്ട് പറക്കുന്നു. 150ഓളം ഏക്കറിലെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഇവയുടെ താണ്ഡവമുണ്ട്. 2-3 ഏക്കറിലെ പാടത്തെ വലിയ കുഴികളാണ് നീലക്കോഴികളുടെ താവളം. ഓട്ടുകമ്പനികളിലേക്ക് മണ്ണെടുത്ത കുഴികൾക്ക് ഏറെ ആഴമുണ്ട്. കുറ്റിച്ചെടികൾ പടർന്ന ഗർത്തങ്ങളിലെത്താൻ കർഷകർക്ക് ആകുന്നില്ല. ഇതുകൊണ്ട് തന്നെ കർഷക ശത്രുക്കളായ ഇവയെ തുരത്താനും കഴിയുന്നില്ല. വർഷങ്ങളായി തുടർന്ന നീലക്കോഴി ശല്യം ഇക്കുറിയാണ് രൂക്ഷമായതെന്ന് കർഷകർ പറയുന്നു. 70ഓളം കർഷകർ മുണ്ടകൻ കൃഷിയാണ് കോട്ടാറ്റ് പാടശേഖരത്തിൽ നടത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയെ ഭയന്ന് ഉരിപ്പൂവ് കൃഷിയാണ് ഇപ്പോൾ നടത്തുന്നത്. TCV ചാലക്കുടി. നോർത്ത് ചാലക്കുടി ട്രാംവേ റോഡിലെ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഭക്ഷ്യവിഷബാധയേറ്റ 11 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫെബ്രുവരി 14-ന് ഭക്ഷണം കഴിച്ചവരാണ് ആശുപത്രിയിലായത്. ഇതിൽ ഒരു കുടുംബത്തിലെ 5 പേരുണ്ട്. മോഡി എന്ന റെസ്റ്റോറന്റിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. പാലിയക്കരയിൽ കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി ഡ്രൈവറെ MVD ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട ആനന്ദപുരം സ്വദേശി കൊപ്പഞ്ചേരി വീട്ടിൽ ഷിബിൻ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. പാലിയക്കര ടോൾ പ്ലാസയിൽ വാഹനമെത്തിയപ്പോൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞു പരിശോധിക്കുകയും വാഹനത്തിന്റെയും ലൈസൻസിന്റെയും ഫോട്ടോ എടുത്ത ശേഷം സമീപത്തെ വെബ്രിഡ്ജിലേക്ക് വാഹനം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ഓവർലോഡാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭയന്ന് വെബ്രിഡ്ജിൽ കയറ്റാതെ പുതുക്കാട് സർവീസ് റോഡിലൂടെ വാഹനം ഓടിച്ചു പോയപ്പോൾ MVD ഉദ്യോഗസ്ഥർ ടോറസിനെ പിന്തുടരുകയും പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ വാഹനമെത്തിയപ്പോൾ ഷിബിൻ വാഹനം നിർത്തി ഇറങ്ങി ഓടുകയും ചെയ്തു. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഷിബിനെ പിന്തുടർന്ന് പിടികൂടി ചെവിക്ക് അടിക്കുകയായിരുന്നു. ഷിബിന്റെ ഇടത് ചെവിയുടെ കർണപടത്തിനുണ്ടായ പൊട്ടൽ മൂലം കേൾവി നഷ്ടപ്പെട്ടു. പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴിയെടുക്കാൻ എത്തിയില്ലെന്ന് ഷിബിൻ പറഞ്ഞു. പാലേക്കര ടോളിൽ വെച്ചിട്ട് MVD വണ്ടി കൈയാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി അവിടെ നിർത്തി എൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് എന്നോട് കൂട്ടോളുടെ വെയിറ്റ് ബ്രിഡ്ജിലേക്ക് പോകാൻ പറഞ്ഞു. കൂട്ടോളുടെ വെയിറ്റ് ബ്രിഡ്ജിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ലൈസൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? പറഞ്ഞാൽ ഓവർലോഡ് അങ്ങനെയാണെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ആവും അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ കൂട്ടോളുടെ വെയിറ്റ് ബ്രിഡ്ജിലേക്ക് അങ്ങോട്ട് പോയി. പുതുക്കാട് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് സർവീസ് റോഡ് കട്ട് ചെയ്തിട്ട് സിഗ്നലിലേക്ക് പോയി. അവിടുത്തിപ്പോൾ എനിക്ക് ലൈസൻസ് സസ്പെൻഡ് ആവും എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ അവിടെ വണ്ടി അവിടെ കൂട്ടോളുടെ വെയിറ്റ് ബ്രിഡ്ജിൽ കയറ്റിയില്ല. അല്ലാണ്ട് നേരെ അവിടെ സർവീസ് റോഡ് കഴിഞ്ഞ് പോയപ്പോൾ ഈ കൂട്ടോളുടെ വെയിറ്റ് ബ്രിഡ്ജിൽ വേറൊരു ക്യാമറ വണ്ടി ഉണ്ടായിരുന്നു MVDയുടെ. അപ്പോൾ ആ ക്യാമറ വണ്ടി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ടിട്ട് ഓടിയിട്ട് നേരെ പുതുക്കാട് സിഗ്നലിലേക്ക് എന്നെ ബാക്കിലുള്ള 2-3 ഉദ്യോഗസ്ഥന്മാർ കൂടിയിട്ട് എന്നെ ഓടിച്ച് പുതുക്കാട് സിഗ്നലിൻ്റെ അടുത്ത മറ്റേ മാർക്കറ്റിൻ്റെ അവിടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചു. എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 3-4 സാറുമാരും പിന്നെ പുതുക്കാട് വീട്ടമ്മയെ ആക്രമിച്ച് മോഷ്ടാവ് പണം കവർന്നു. പുതുക്കാട് തെക്കേത്തുറവ് പൂതംകുറ്റി മോഹൻദാസിന്റെ വീട്ടിൽ ശനിയാഴ്ച പുലർച്ചെ 5:30-ക്കാണ് സംഭവം. ഓട്ടോ തൊഴിലാളിയായ മോഹൻദാസ് വാഹനത്തിന്റെ ലോൺ അടയ്ക്കാൻ കുടുക്കയിൽ സ്വരൂപിച്ച 10,000 രൂപയോളം മോഷ്ടിച്ചതായി പറയുന്നു. മുറിയിലിരുന്ന് മോഹൻദാസിന്റെ ഭാര്യ ഉഷ കുടുക്കയിലെ പണം എണ്ണുന്നതിനിടെ മോഷ്ടാവ് അകത്തെത്തുകയായിരുന്നു. ഉഷയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചെടുത്ത ശേഷം ഇവരെ ചവിട്ടി താഴെയിട്ടാണ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത്. പുറകിലെ വാതിൽ തുറന്നിട്ട് മോഹൻദാസ് കുളിക്കാൻ പോയ സമയത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഉഷയുടെ ശബ്ദം കേട്ട് മോഹൻദാസ് എത്തുമ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. ബർമൂഡയും ടീഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് മുഖം പാതി മറച്ചിരുന്നതായി പറയുന്നു. വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ വീട്ടിൽ മോഷണം, 10,000 രൂപ കവർന്നു. പനമ്പിക്കുന്ന് പടിഞ്ഞാറ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത്. അൽഫലാഹ് ഗ്രൂപ്പിൽ ജോലിയെടുക്കുന്ന 13 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 4 ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ തിടപ്പിള്ളയിൽ സൂക്ഷിച്ചിരുന്ന 2 ഓട്ടുരുളിയും 4 നിലവിളക്കുകളും മോഷണം പോയി. ശാന്തിക്കാരൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലയൂർ പിലാക്കൽ 60 വയസ്സുള്ള റഷീദാണ് മരിച്ചത്. അപകടം നടന്നയുടൻ റഷീദിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണക്കിണിയായി മണത്തല മുല്ലത്തറ വളവ്. ഏതാനും മാസത്തിനകം ഇവിടെ 2 ജീവൻ പൊലിയുകയും നിരവധി പേർക്ക് അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടോറസ് ലോറികളുടെയും മറ്റ് ദീർഘദൂര യാത്രക്കാരുടെയും ബ്ലാങ്ങാട് ബീച്ചിൽ കടൽ കാണാൻ എത്തുന്നവരുടെയും വലിയ തിരക്കുള്ള ഭാഗമാണ് മുല്ലത്തറ വളവ്. മാസങ്ങൾക്ക് മുമ്പ് ജോലിക്ക് പോയിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈക്കിളിൽ ടോറസ് ലോറി ഇടിച്ചു മരിച്ചിരുന്നു. മേഖലയിലെ അപകടങ്ങൾ തടയാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്നും ഗതാഗത നിയന്ത്രണത്തിനായി സംവിധാനം ഏർപ്പെടുത്തണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടോറസ് വാഹനങ്ങളും അമിത ഭാരം കയറ്റിയ വാഹനങ്ങളും നിരന്തരം ചീറിപ്പായുകയാണ്. ആളുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഏത് സമയവും ഇനിയും ഇവിടെ മരണങ്ങൾ സംഭവിക്കാം. നിരന്തരം അപകടം ഉണ്ടാകുന്ന മേഖലയാണ്. ചില സമയങ്ങളിൽ ട്രാഫിക് പോലീസ് ഉണ്ടാവും, അപ്പോൾ വലിയ കുഴപ്പമില്ല. ചില സമയങ്ങളിൽ ഉണ്ടാവില്ല. പിന്നെ അക്കിക്കാവ് ആൽത്തറയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി മറിഞ്ഞ അപകടത്തിൽ ആർക്കും പരിക്കില്ല. പട്ടാമ്പിയിൽ നിന്നും തിപ്പലശ്ശേരിയിലേക്ക് കരിങ്കല്ലുമായി വന്നിരുന്ന ലോറിയാണ് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് തകർന്ന മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വധശ്രമ കേസിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ കേരള തമിഴ്നാട് വനാതിർത്തിയിൽ നിന്നും കാട്ടൂർ പോലീസ് പിടികൂടി. പടിയൂർ വളവനങ്ങാടി സ്വദേശി തുണ്ടിയത്ത് പറമ്പിൽ വീട്ടിൽ ബഷീറിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി പടിയൂർ കുട്ടാടംപാടം സ്വദേശി വെള്ളോംപറമ്പിൽ വീട്ടിൽ അരുൺ പോളിനെയാണ് കാട്ടൂർ SHO PP ജസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 5 അർദ്ധരാത്രിയിലാണ് സംഭവം. അരിപ്പാലം തിരുനാളിനുണ്ടായ തർക്കത്തെ തുടർന്ന് 1-ാം പ്രതിയുടെ നേതൃത്വത്തിൽ ആയുധങ്ങളുമായി ബഷീറിന്റെ വീട്ടിൽ ചെന്ന് മകനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന വൈരാഗ്യത്തിന് ബഷീറിനെ കത്തികൊണ്ട് ആക്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അരുൺ പോൾ പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. SI-മാരായ M. ഹബീബ്, AP ഷിബു, ASI മുരുകേഷ് കടവത്ത്, സീനിയർ CPO-മാരായ PD വിജയൻ, കിരൺ രഘു എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൂണ്ടൽ പെലക്കാട്ടുപയ്യൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീകൃഷ്ണനെയും ഇയാൾ ഓടിച്ച MKK ബസും വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ സ്വദേശി കൊടത്തിൽ വീട്ടിൽ അജിത്തിനെയും ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫിസുമോൻ ബസുമാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് ചൂണ്ടൽ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത്. പിടിയിലായ ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. പുഴയ്ക്കൽ ശോഭ സിറ്റിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റു. പുഴയ്ക്കൽ സ്വദേശി സെബീനയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവതിയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് പൊളിച്ച് ബാഗിൽ നിന്നും പണം കവർന്ന സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി ശരത്ത്, തിരുവനന്തപുരം സ്വദേശി അജി എന്നിവരെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേച്ചേരി സ്വദേശി ജയപ്രകാശിന്റെ കാറിൽ നിന്നാണ് പ്രതികൾ പണം കവർന്നത്. മണ്ണംപേട്ട വട്ടണാത്ര റോഡിലെ കാനയുടെ സ്ലാബുകൾക്കിടയിൽ കാൽ കുടുങ്ങി സ്ത്രീക്ക് പരിക്കേറ്റു. മണ്ണംപേട്ട മണിയാക്കുവീട്ടിൽ ജോയ്സിക്കാണ് പരിക്കേറ്റത്. വാഹനങ്ങൾ പാതയോരത്തുകൂടെ ചേർന്ന് വന്നപ്പോൾ ജോയ്സി സ്ലാബിന് മുകളിൽ നിന്ന് കാൽ വഴുതി വീഴുകയായിരുന്നു. പരിക്കേറ്റ ഇവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. റോഡിലെ വിവിധ ഭാഗങ്ങളിൽ സ്ലാബുകൾ ഇളകിയ നിലയിലും പൂർണ്ണമായും സ്ലാബുകൾ വിരിക്കാത്ത നിലയിലുമാണ്. നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന ഇവിടെ സുരക്ഷിത യാത്രയൊരുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ആവശ്യപ്പെട്ടു. തൃശൂർ അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സുവർണ ജൂബിലി സമാപന സമ്മേളനം മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു.
കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് AD സാജു അധ്യക്ഷത വഹിച്ചു. മാർട്ടോണി നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, സംസ്ഥാന പ്രസിഡന്റ് ബിജു ഓളാട്ടുപുറം, കൺവീനർ ജോഷി വടക്കൻ, ഫാദർ ജോയ് അടുമ്പുംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാരയെ കണ്ടെത്തി. സ്ഥാപനം ആരോഗ്യവകുപ്പ് അധികൃതർ പൂട്ടിച്ചു. ചിക്കൻ, ബീഫ് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ പാഴ്സലായി നൽകുന്ന സ്ഥാപനമാണ് ഏതൻസ് ഫുഡ് ടേക്ക് എവേ. കേറ്ററിംഗ് ഏജൻസിയായ ഇവർ മറ്റൊരു സ്ഥലത്തുനിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ചൂടാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. ഭക്ഷണ സാധനങ്ങൾ ശരിയായ വിധത്തിൽ മൂടിവെക്കാറില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എരുമപ്പെട്ടി സ്വദേശിനി ഷെമീറ വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് പഴുതാരയെ കണ്ടത്. പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയെ കണ്ടതെന്ന് ഷെമീറ പറയുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പിൽ വിവരം അറിയിക്കുകയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, JHI CG ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനം അടയ്ക്കുവാൻ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷെമീറ പരാതി നൽകി. നമ്മുടെ എരുമപ്പെട്ടി കടങ്ങൂർ റോഡിന്റെ അടുത്ത് സെൻട്രലായിട്ട് ഏതൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡിന്റെ കട ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇന്ന് ഒരു 7:30 മണി സമയത്ത് 8 പൊറാട്ടയും 2 ബീഫ് റോസ്റ്റും 2 ബീഫ് ചില്ലിയും കൂടിയിട്ട് വാങ്ങി. ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൊടുന്ന് കുട്ടിക്ക് 10 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു പൊറാട്ട ഇട്ട് ബീഫ് കറി നമ്മളതിൽ ഒഴിച്ച്, റോസ്റ്റാണ് കറിയല്ല റോസ്റ്റ്, നമ്മളത് ഒഴിച്ച് അതിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കഷ്ണം കുട്ടി കഴിച്ചു. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് കിടക്കണതിൽ. അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം, പൈസ തിരിച്ചു തരാം, താത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരെ കടയിൽ വന്നു. നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു. അപ്പോഴും അവർ പറയണത് തെറ്റുപറ്റി, ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല പുറമൊന്ന് കൊണ്ടുവരണതാണ് പറയാറ്. പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടുന്ന് തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ്. കയ്പമംഗലം പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിച്ച ഹരിതകർമ്മ സേനാംഗത്തിന്റെ പേരിൽ നടപടിയെടുത്ത പഞ്ചായത്ത്. 18-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗം സരസ്വതിക്കെതിരായാണ് നടപടി. 10,000 രൂപ പിഴ ഈടാക്കിയ ഇവരെ കർശന താക്കീതും ചെയ്തു. ഗ്രാമലക്ഷ്മി സെന്ററിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവമുണ്ടായത്. വാർഡിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യം മിനി MCF-ൽ ഉണ്ടായിരുന്നു. മാസങ്ങൾ പഴക്കമുള്ള ഇവ പഞ്ചായത്തിന്റെ മെയിൻ MCF-ലേക്ക് മാറ്റാനായി തരം തിരിക്കുന്നതിനിടെയാണ് ഏറെ പഴക്കം ചെന്ന ചില വസ്തുക്കൾ തീയിട്ട് കളഞ്ഞത്. ഇതിൽ പ്ലാസ്റ്റിക്കും ഉൾപ്പെട്ടിരുന്നു. തീയിട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പഞ്ചായത്ത് അധികൃതരും കുഴങ്ങി. അതേസമയം മാലിന്യം തിരയുന്നതിനിടെ പാമ്പിന്റെ തോല് കണ്ടപ്പോഴാണ് തീയിട്ടതെന്നും അബദ്ധത്തിൽ പ്ലാസ്റ്റിക്കും പെട്ടുപോയതാണെന്നും ഹരിതകർമ്മ സേനാംഗം സരസ്വതി പറഞ്ഞു. മണ്ണും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇട്ട് കത്തിക്കാന്നുള്ളതിൽ ഇട്ട് കത്തിക്കുന്ന കാർബോർഡും പെട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടായി പാമ്പിൻ്റെ തൊഴിൽ കണ്ടപ്പോൾ അത് കത്തണം. കിച്ചലൊക്കെ കഴിഞ്ഞു. ഇന്നലെ സ്ഥലം വൃത്തിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടിച്ചു വാരിയും എല്ലാവരും കൂടിയിട്ട്. ഇരിങ്ങാലക്കുടയിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സ്ത്രീ ട്രെയിനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇരിങ്ങാലക്കുട പേഷ്കാർ റോഡിൽ താമസിക്കുന്ന വടക്കൂട്ട് മാരാത്ത് വീട്ടിൽ വിജയന്റെ ഭാര്യ 55 വയസ്സുള്ള ഗീതയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭ 26-ാം വാർഡിൽ നിന്നാണ് കൌൺസിലർ സന്തോഷ് ബോബന്റെ നേതൃത്വത്തിൽ 55-അംഗ സംഘം കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചത്. കൊല്ലത്തെത്തിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിച്ച ഗീത അബോധാവസ്ഥയിലായത്. ഉടൻ കൊല്ലം സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തി ചികിത്സ തേടുകയായിരുന്നു. 15 മിനിറ്റോളം ഇതേ തുടർന്ന് ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടു. പിന്നീട് കൊല്ലം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഔഷധ സസ്യകൃഷി പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഗാർജുന ആയുർവേദ ഏർപ്പെടുത്തിയിരിക്കുന്ന ഔഷധമിത്രം അവാർഡ് ദാനം തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഔഷധമിത്രം അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു. 2023 ഔഷധമിത്രം അവാർഡിന് അർഹനായ അളഗപ്പനഗർ പഞ്ചായത്തിലെ വരാക്കര സ്വദേശിയായ സൗമ്യ ബിജു അവാർഡ് ഏറ്റുവാങ്ങി. 50,001 രൂപയും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. നാഗാർജുന ഡയറക്ടർ ഡോക്ടർ CS കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. നാഗാർജുന കാർഷിക വിഭാഗം മേധാവി ബേബി ജോസഫ്, സംസ്ഥാന ഔഷധ സസ്യ ബോർഡിലെ ഡോക്ടർ OL പയസ്, കർഷകശ്രീ പത്രാധിപ സമിതി അംഗം TK സുനിൽകുമാർ, ഔഷധമിത്രം അവാർഡ് ജേതാവ് സൗമ്യ ബിജു, നാഗാർജുന റീജിയണൽ സെയിൽസ് മാനേജർ K ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്രീയമായി ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്ത് വരുമാനമാർഗമുണ്ടാക്കുന്ന സംസ്ഥാനത്തെ മികച്ച കർഷകർക്കാണ് ഔഷധമിത്രം അവാർഡ് നൽകി വരുന്നത്.
1997 മുതൽ എല്ലാ വർഷവും ഈ അവാർഡ് നൽകി വരുന്നു. ഔഷധ സസ്യ പ്രചാരണ രംഗത്ത് കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി സജീവമായി പ്രവർത്തിച്ചുവരുന്ന നാഗാർജുന ആയുർവേദ ഇതിനോടകം 30 ലക്ഷത്തോളം വിവിധയിനം ഔഷധ സസ്യങ്ങളുടെ തൈകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. വാഴക്കുളത്ത് പ്രവർത്തിക്കുന്ന നഴ്സറിയിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വാങ്ങിക്കുന്നതിനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മെഡിസിനൽ പ്ലാന്റ് ബോർഡ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് തുടങ്ങിയവരുടെ ഈ രംഗത്തുള്ള പ്രൊജക്ടുകളും നാഗാർജുന ആയുർവേദ ഏറ്റെടുത്ത് നടത്തിവരുന്നു. കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച 3 ദിവസം നീണ്ടുനിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. TDBSA പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി അധ്യക്ഷത വഹിച്ചു. ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് S മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ജില്ലകളിൽ നിന്നുള്ള 35 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള 340ഓളം പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ ചില ലോബികൾ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ബീച്ച് ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ സർക്കാർ ഏർപ്പെടുത്തിയതായും മന്ത്രി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കായി സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കുന്നംകുളത്ത് സപ്ലൈകോ ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലായി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്തിൽ നീലക്കോഴികളുടെ ശല്യം രൂക്ഷം. 100 കണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിലിറങ്ങി നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത്. പാലിയേക്കരയിൽ കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി ഡ്രൈവറെ MVD ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ ആനന്ദപുരം സ്വദേശി ഷിബിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.